ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോളയുടെ റെസിപ്പി കണ്ട് നോക്കാം കേട്ടോ. മക്രോണി പോള. ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. തിളച്ച് വരുമ്പോൾ ഒരു സ്പൂൺ ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും മക്രോണി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഈ വെള്ളത്തിൽ നിന്നൊന്ന് കോരി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സവാള കട്ട് ചെയ്തതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് പൊടികളായിട്ട് ചിക്കൻ മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടി വഴറ്റിയെടുക്കുക. പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചെറിയ പീസാക്കിയതും ആ ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് എടുത്തുള്ള ആ വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡി ആയിട്ടോ. ഇനി ഒരു ബൗളിൽ 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ മക്രോണിയുടെ മിക്സ് മുഴുവനായിട്ടും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് തുറന്ന് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ അതിൻ്റെ ടോപ്പിൽ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊന്ന് ഒരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി പോള റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.